ഹലോ എവരിവൺ. അപ്പോൾ ഞാനെന്ത് മരത്തിൽ കയറി നിൽക്കുന്നതെന്ന് വെച്ചാൽ എയർ ലെയർ ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ അതിൻ്റെ പുറത്ത് തൊലി കളഞ്ഞു. എന്നിട്ട് അതുമുള്ളൊരു കാമ്പിയം ലെയർ ഉണ്ട്, തൊലിയുടെയും വുഡിൻ്റെയും ഇടയിലുള്ളത്, അതും സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞ്. മരം കൊക്കോ ഫ്രൂട്ടിൻ്റെ മരമാണ്. അപ്പോൾ അത് പിടിക്കുമോ എന്നൊക്കെ നെറ്റിൽ നോക്കിയപ്പോൾ ആവില്ല എന്നാണ് കണ്ടത്. എന്നാലും ഒരു ട്രൈ എന്ന രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തൊലി കളയുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എല്ലാം സ്ക്രേപ്പ് ചെയ്ത് കളയണം. അതിനുശേഷം ഞാനൊരു വയർട്ടായി വെച്ച് കെട്ടിയിട്ട് അടിയിൽ അതിൻ്റെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് റാപ്പ് ചെയ്തിട്ട് അതിൽ ചകിരിച്ചോറ് ഫില്ല് ചെയ്യുന്നത്. ജസ്റ്റ് ചകിരിച്ചോറ് നനച്ചിട്ട് ഫില്ല് ചെയ്യുക, അതാണ് ചെയ്യുന്നത്. പിന്നെ അതെല്ലാം ഒന്ന് ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ടൊന്ന് റാപ്പ് ചെയ്യുന്നത്. ഇത് ഏകദേശം നമ്മൊരു 3 മാസത്തിൻ്റെ അടുത്ത് നമ്മിങ്ങനെ വെക്കണം. നോർമലി അങ്ങനെയാണ് ചെടികൾക്ക് ആവാറ്. അത് ഏകദേശം ഒരു 2 മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്തത്. കുറച്ച് 2 മാസം കൂടിയും തോന്നുന്നുണ്ട്, എന്നാലും ഏകദേശം 2 months ആണ്. ഞാൻ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അടിയിൽ പൂച്ചയും കാര്യങ്ങളൊക്കെ നോക്കിയത് എന്താണ് മരത്തുമ്പോൾ കയറിയിട്ട് ചെയ്യുന്നതെന്നുള്ള. ഇതിപ്പോൾ ഏതാണ്ട് ഓക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ 2 വെച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മാസത്തിന് ശേഷം 2 മാസത്തിന് ശേഷം കയറി നോക്കി. ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് നോക്കുക, പ്ലാസ്റ്റിക് കവർ മുറിച്ച് നോക്കിയപ്പോൾ അതിൽ വേര് വന്നിട്ടുണ്ട്. ഞാൻ സത്യത്തിൽ പ്രതീക്ഷിച്ചില്ല. നെറ്റിലൊക്കെ നോക്കിയപ്പോൾ, ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഇത് വളരെ ബുദ്ധിമുട്ടാണ് എയർ ലെയർ ചെയ്യാനെന്നാണ് കണ്ടത്. ഇപ്പോൾ സീസൺ ആയി തുടങ്ങിയിട്ടുണ്ട്, ഫ്രൂട്ടിങ്ങിൻ്റെ കൊക്കപ്പഴമൊക്കെ ഉണ്ടായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് റൂട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ജസ്റ്റ് കുറച്ച് നാളെങ്കിലും ഞാൻ പോട്ടിൽ വെക്കാനാണ് പ്ലാന്. അപ്പോൾ അതിൻ്റെ റൂട്ട് സിസ്റ്റം എല്ലാം ഒന്ന് സ്ട്രോങ് ആവണ വരെ. അപ്പോൾ ഇതിൻ്റെ ഫോളോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.